ഇപ്പോൾ തൃശൂർ കൊഴുക്കുള്ളിയിൽ നിന്നും മിന്നൽ ചുഴലിയുടെ വിവരങ്ങൾ വരുന്നു. പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പള്ളിക്ക് സമീപം വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ പറന്നുപോയ മേൽക്കൂരയാണ് ഈ കാണുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഇത് ഇപ്പം നേരത്തെ നമ്മൾ ചുഴലി ഉണ്ടായി എന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പറഞ്ഞ ഭാഗത്തിനടുത്ത് തന്നെയാണോ? എന്താണ് വിവരങ്ങൾ? ഈ പൂച്ചട്ടിക്ക് കുറച്ച് മാറിയുള്ള കൊഴുക്കുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊഴുക്കുള്ളി പള്ളിയുടെ സമീപത്തുള്ള ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന ഒരു വലിയ ഷീറ്റ് ഇതൊരു വീടിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതാണ്. ആ ഷീറ്റ് പൂർണ്ണമായും റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്ത് മറ്റ് ചില ഇടങ്ങളിൽ, അതായത് തൊട്ടടുത്തുള്ള ഇടങ്ങളിലും സമാനമായ രീതിക്ക് ഷീറ്റ് മറിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, ഒരു തെങ്ങാണ് ഈ കിടക്കുന്നത്. തെങ്ങ് പൂർണ്ണമായും ഒടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുകയാണ്. ഇവിടെ വ്യാപകമായ നാശനഷ്ടമാണ് വൈദ്യുത പോസ്റ്റുകൾക്കും അതുപോലെ തന്നെ ലൈനുകൾക്കും വീടുകൾക്കും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും ആ തെങ്ങ് പൂർണ്ണമായും ഒടിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വീണിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു വീടിൻ്റെ മേൽക്കൂര കൂടി പൂർണ്ണമായും ആ ഷീറ്റ് റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. അതിപ്പോൾ മാറ്റാനുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ്. ഈ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അത് മാറ്റാനായുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ്. ആ ഒരു സമയത്ത് ശക്തമായ കാറ്റാണ് ഈ മേഖലയിലൊക്കെ. ഈ ദൃശ്യങ്ങൾ കാണുന്നിടത്ത് മാത്രമല്ല, ഈ പ്രദേശത്ത് ആകമാനം സമാനമായ രീതിക്ക് ഇത്തരത്തിൽ ഈ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടുകളുടെ മുകളിലേക്ക് മരവും അതുപോലെ തന്നെ വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരവും കൂടാതെ ഈ കാറ്റ് വന്ന ദിശയിലുള്ള പൂർണ്ണമായും എല്ലായിടത്തും ഈ മരങ്ങൾ കടപുഴകി വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ചേട്ടാ, ഇവിടെ ഉള്ള ആളാണോ? ഏത് സമയത്ത് ഉണ്ടായിരുന്നില്ല? ഏത് സമയത്തത് ഉണ്ടായത്? ഇവിടെ തേരെ ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ 9 മണിക്ക് അല്ലേ? ചേട്ടൻ്റെ വീടുണ്ട്? പുറത്തോണ്ട് പോകണം. ഷീറ്റ് പൂർണ്ണമായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വീഴണം. അതായത് ഈ ഷീറ്റുകൾ പൂർണ്ണമായും പറന്ന് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ഥലം MLA-യും അതുപോലെ തന്നെ മുൻ റവന്യൂ മന്ത്രിയുമായ K. രാജനും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. ഇതിപ്പോൾ വലിയ കാറ്റാണ്. അവിടെ പൂച്ചട്ടിയിലും വലിയ ചുഴലിക്കാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ചുഴലിക്കാറ്റിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് പൂച്ചട്ടി പ്രദേശത്തെ ഭാരതീയ വിദ്യാഭവൻ ഉൾപ്പെടെ ഒരു പോർഷനിൽ നിന്ന് വന്ന് ഇതുവഴി നേരെ കടന്ന് സാമൂഹ്യാരോഗ്യ കേന്ദ്രം നിലനിൽക്കുന്ന സ്ഥലം വരെ ഈ അപകടങ്ങളുണ്ട്. ആളപായമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൻ്റെ മുകളിൽ നിന്നിരുന്ന ഷീറ്റാണ് ഇപ്പോൾ നേരെ താഴത്തോട്ട് പോയിരുന്നത്. ആ വീടിൻ്റെ, രമണേട്ടൻ്റെ വീടിൻ്റെ മുകളിലുണ്ടായിരുന്ന ഷീറ്റാണ് പൂർണ്ണമായിട്ടും താഴത്തോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് എല്ലാ സ്ഥലത്തേക്കും പോവുകയാണ്. ജനങ്ങളുടെ സഹായത്തോടെ ഫയർഫോഴ്സും പോലീസും എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം പ്രാഥമികമായ നടപടിക്രമങ്ങൾ തന്നെ നടത്തി വരികയാണ്. പക്ഷേ കുറച്ച് ഗുരുതരമായിട്ടുള്ളൊരു ചുഴലിക്കാറ്റാണ്. വ്യാപകമായിട്ട് ഇവിടെ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളിലൊക്കെ. അതെ, പലയിടങ്ങളിലും വീടുകളിലേക്ക് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പോയിട്ടുണ്ട്. ഒരു ദീർഘമായ ദൂരത്തേക്ക് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരാവസ്ഥ. എന്തായാലും അടിയന്തര നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായും. അതായത് ഈ വഴിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും സമാനമായ രീതിക്ക് തന്നെ അവിടെ വീടിൻ്റെ മുകളിലേക്കൊക്കെ തന്നെ മരങ്ങൾ വീണിട്ടുണ്ട്. കൂടാതെ ഇത് കാണാൻ സാധിക്കും, ഇവിടെ തെങ്ങ്. ഇത് ചേട്ടൻ്റെ വീട് എവിടെയാ? വീട് അപ്പുറത്താ. ഇത് എന്റെ ഷോപ്പാ, മീൻസ് മാർക്കറ്റ്. അതിന്റെ മുകളിലേക്ക് ഇത് വീണു? അതിന്റെ മുകളിലേക്ക് വീണു. അതിലത്തെ ഷീറ്റും പോയി. മേലത്തെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് എത്തിയേ. ഒരു 8:45 ആയപ്പോ ഉണ്ടായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് കട തുറക്കാറുണ്ട്. ആ സമയത്ത് ഇത് കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ. ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടാകാം? ഞങ്ങള് ഭയങ്കര കാറ്റ് വീശിയിരുന്നത്. ആ നേരത്താണ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ആകെ ഇടിഞ്ഞു കൊഴിഞ്ഞ് വീണിട്ട് ഒരു ചെക്കൻ വന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അതപ്പോഴേക്കും ഓടി. റോഡിൽ വണ്ടികളൊന്നും ഉണ്ടാകുന്നില്ല. വണ്ടി വരണം, ബൈക്ക് വരണം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വണ്ടിക്കാരൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ആളും അപ്പുറത്ത് വീട്ടിലേക്ക് ഓടി കയറി. പിന്നെ വേറെ ആരും കാര്യമായിട്ട് ഉണ്ടായില്ലേ. ഇത്രയും വലിയ ഷീറ്റൊക്കെ റോട്ടിക്ക് വീഴാന്ന് പറയുമ്പോഴേ ഷീറ്റ് കാറ്റേ അതിന് അതേപോലത്തെ അപ്പുറത്തുണ്ട്. ആ വഴിയിൽ പോയിട്ടുണ്ട്. ആ വഴിയിലൊരു വീടിൻ്റെ ഓട് കംപ്ലീറ്റ് വീണ് നശിച്ചാകതായിട്ടാണ് കിടക്കുന്നത്. അവിടെ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കൊന്നും പറ്റിയില്ല. അവരപ്പോഴേക്കും കുട്ടികളെയും കൊണ്ട് ഓടി. ഇത് മിന്നൽ ചുഴലി എന്ന് പറയുമ്പോൾ ഒരു ഭാഗം പൂർണ്ണമായും ശരിക്കും വാഷ് ഔട്ട് ചെയ്ത് വരിക എന്ന് പറയാം. അത്തരത്തിൽ ആ വന്ന വഴിയുള്ള എല്ലാ മരങ്ങളും ഇങ്ങനെ മറിഞ്ഞു വീഴുക, ഒടിഞ്ഞു വീഴുക, അതൊക്കെ തന്നെ ചെയ്തിരുന്നു. ചേച്ചി ആ സമയത്ത് ഉണ്ടായിരുന്നോ? വീട്ടിലായിരുന്നോ ഉള്ളിലായിരുന്നു. പെര വീഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴാവോന്ന് വിചാരിച്ചു.
പിന്നെ ആ ഒരു 2-3 സെക്കൻഡ് നേരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ അവിടെ നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കാം ഇത് പോണത്. പക്ഷെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല. ശബ്ദങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ശബ്ദങ്ങൾ കേട്ടു. പിന്നെയാണ് അപ്പോഴേക്കും കാറ്റ് നിന്നു. ഇതൊരു പൊട്ടലും ആകെ ഒരു ബഹളം കഴിഞ്ഞു. അപ്പോഴൊന്നും സെക്കൻഡ് നേരം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചത്. എനിക്ക് വീടുമ്പിലേക്ക് വീണിട്ട് എന്തെങ്കിലും സംഭവിക്കാവോ എന്ന് വ്യസനിച്ചിട്ട് ഇരിക്കുക ഉള്ളില്. ഞാനും കൊച്ചും മോളും ഉണ്ടായിരുന്നു. വീട്ടിൽ ആ സമയത്ത് 3 ആളുണ്ടായിരുന്നു. കൊച്ചും മോളും ഞാനും ആയിരുന്നു ഉണ്ടായിരുന്നു. മൂത്ത കൊച്ചിനെ സ്കൂളിൽ വിട്ടു. നേരത്തായിരുന്നു ഇതുണ്ടായി. ഈ അവിടെ നടത്തറ ഭാഗത്തുനിന്ന് പൂച്ചട്ടി ആ ഭാഗത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെ, നേരെ ഇങ്ങനെ നേരെ പോയി ഇവിടെയുള്ളവർ പറഞ്ഞു കേട്ടത്. ലാവും മാവും ഒക്കെ പോയി ബാക്കിലത്തെ. ഈ വീടിന്റെ മാത്രമല്ല എല്ലാ വീടുകളുടെയും ഈ കാറ്റ് വന്ന വഴിയിലുള്ള എല്ലാ മരങ്ങളും ഒടിഞ്ഞു വീണിരിക്കുകയാണ്. അത് എത്രത്തോളം ഭീകരമായിരുന്നു ആ കാറ്റ് എന്നുള്ളത് ശരിക്കും ദൃശ്യമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതായത് ഇത്രയും വലിയ ഷീറ്റൊക്കെ തന്നെ പറന്ന് വന്ന് മറ്റെവിടേക്കെങ്കിലും വീഴണമെങ്കിൽ അത് എത്രത്തോളം രൂക്ഷമായിരുന്നു ആ കാറ്റ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു നാശനഷ്ടമാണ് എന്തായാലും ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പം ഇത് എത്രത്തോളം നാശനഷ്ടം എന്ന് കണക്കാക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഈ മേഖല മാത്രമാണോ അതോ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, പൂച്ചട്ടി തൊട്ട് കൊഴുക്കുള്ളി, കൂറ്റനാല്, മൂർക്കംകുന്ന് പ്രദേശങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്. നാശനഷ്ടങ്ങളെ കണക്കെടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് മുറിച്ചു മാറ്റാൻ തന്നെ സമയം എടുക്കുമായിരിക്കും അല്ലേ? നിറയെ വീടുകളുടെ മേലേക്കും വലിയ മരങ്ങളൊക്കെ കടപുഴകി വീണിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ മുറിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റുകൾ വലിയ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ബാക്കിലൊക്കെ എല്ലായിടത്തും ആ കാറ്റ് വന്ന വഴിക്ക് മരങ്ങളൊക്കെ വീടുകളുടെ മുകളിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് അടിയന്തരമായിട്ടൊരു കണക്കെടുക്കാൻ തഹസിൽദാർ എത്തിയിട്ടുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്. നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് അടിയന്തരമായിട്ടൊരു കണക്കെടുക്കാൻ പഞ്ചായത്ത് ആണ് അതിൻ്റെ കണക്കെടുക്കേണ്ടത്. ഇവർ കൂടി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്നുണ്ടായിട്ടുള്ള ഇതൊരു ഗൗരവമായ ചുഴലിക്കാറ്റായി കണക്കാക്കി സാധാരണ STRF ആണ് നമുക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ പോരാ, സാധാരണ പ്രത്യേകമായ ചില ഘട്ടങ്ങളിൽ ചെയ്യാറുള്ളത് പോലെ പീച്ചി വെള്ളമൊക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തതുപോലെ STRFനോടൊപ്പം CMDRF കൂടി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ പോർഷൻ കൂടി ഇതിൻ്റെ പ്രത്യേക ദുരന്തം കണക്കാക്കി കാരണം ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്ന് കത്തയക്കും. തീർച്ചയായും അതായത് വലിയൊരു ദുരന്തം തന്നെയാണ്, അല്ലെങ്കിൽ വലിയ നാശനഷ്ടം തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നാശനഷ്ടങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തിയ ശേഷം അതിൽ ആവശ്യമായ നഷ്ടപരിഹാരം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണക്കാക്കി അത് ആളുകൾക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലിയ പണിപ്പെടുകയാണ്. അത് കാരണം ഇത് മുഴുവനായി മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇത്രയും വലിയ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മുകളിലുള്ള ഷീറ്റ് പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് വീണിരിക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യം കാണാം, ഇലക്ട്രിക് പോസ്റ്റൊക്കെ തന്നെ നേരെ ഒടിഞ്ഞ് വീണിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ വലിയ ഒരു നാശനഷ്ടം ഉണ്ടായതോടുകൂടി അതൊക്കെ തന്നെ വലിയ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. കാരണം ഫയർഫോഴ്സിന് ഇത് മുഴുവനായി മുറിച്ചു മാറ്റി വിട്ട് വേണം ഇവിടെയുള്ള വൈദ്യുതി ലൈനുകൾ KSEBക്ക് പുനഃസ്ഥാപിക്കണമെങ്കിൽ, ഇതിലൂടെയുള്ള റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ, അങ്ങനെ അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു നാശനഷ്ടം തന്നെ ഈ മേഖലയിൽ ആകമാനം ഉണ്ടായിട്ടുണ്ട്. വീട്ടുകളിലുള്ളവരൊക്കെ തന്നെ എന്തായാലും ഭയന്നാണ് ഇരുന്നിരുന്നത്. അവരൊക്കെ തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. ചേച്ചി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ, വീട്ടിലായിരുന്നോ അതോ? വീടിൻ്റെ ഉള്ളിലായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വിറച്ചൊടങ്ങിയത്, എന്തുട്ടുണ്ടായിയാ പോകുന്നത്. അപ്പോഴേക്കും അതിൽ തുറന്നു നോക്കുമ്പോഴേക്കും സാധാരണ റോട്ടിലെത്തിയിട്ട് ഷീറ്റുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്തൊരു ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഷീറ്റാണോ? ഇത് ഞങ്ങളുടെ ഷീറ്റാ. ഒരു 5-10 കൊല്ലമായിട്ടുണ്ട്. കാറ്റ് നിമിഷ നേരം കൊണ്ട് പോയില്ലേ? ഒരു മിനിറ്റ് എന്ന് പറയാല്ല കാറ്റ് ഊതിയത്. അയ്യോ, എനിക്ക് ആലോചിച്ചോടാത് അറിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ടെൻഷനേ പോകണ്ടേ. തൊട്ടടുത്ത് സ്കൂളിലും സമാനമായ രീതിക്ക് തന്നെയാണ് കുറച്ച് പിള്ളേരൊക്കെ നിന്ന് നടന്നതാണേ. ആ സ്കൂൾ വണ്ടിയൊക്കെ അങ്ങോട്ട് പോയുള്ളൂ. ആ ഒരു വണ്ടി പോയി. ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ ഇത് മഴയുണ്ടായിരുന്നില്ല അധികം. നമുക്ക് മഴ അധികം എന്ന് പറയില്ല, ചെറിയ ഇങ്ങനെ ചാറ്റൽ മഴ പോലെയുള്ളൂ. അങ്ങനെ ഉണ്ടായത്.
തീർച്ചയായും ആ ഒരു ഞെട്ടൽ, ആ ചേച്ചിയുടെ ആ ഒരു വാക്കുകൾ കൃത്യമായ ആ ഞെട്ടലുണ്ട്, ആ ഒരു ഭയമുണ്ട്. കാരണം വളരെ നിമിഷ നേരം കൊണ്ടാണ് ഇത്രയും വലിയൊരു കാറ്റൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കാറ്റ് വീശിയതോടുകൂടിയാണ് ഇത്രയും വലിയ നാശനഷ്ടം ഈ പ്രദേശത്താകെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് തൊട്ടു പുറകിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഈ സമാനമായ രീതിക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടുകളുടെ മുകളിലേക്കൊക്കെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന്, ഈ ഷീറ്റിൻ്റെ അവിടെ മാത്രമല്ല ഇതിനപ്പുറത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണ് കിടക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു നാശനഷ്ടം ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ആ വീടിൻ്റെ മുകളിൽ നിന്ന് മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. ഒരു ഓടിട്ട വീടിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ ഈ മരം വീണിരിക്കുന്നത്. അപ്പോൾ ആ വീടിന് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അവിടെ മരം വീണ് കിടക്കുന്നുണ്ട്. അതായത് പല വിധത്തിലുള്ള മരങ്ങൾ അതൊക്കെ തന്നെ പൊളിഞ്ഞ്, അതായത് എന്താ അവിടെ എന്താ സംഭവിച്ചിരിക്കണേട്ടാ? അവിടെ 2 വീടിന്റെ മുകളിലേക്ക് ഫുള്ള് മരങ്ങൾ വീണ് കിടക്കാം. ഇതിലങ്ങോട്ട് പോവാം. അതായത് അവിടെ 2 വീടുകളുടെ മുകളിലേക്കാണ് ഈ മരം വീണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഷീറ്റ് മാറ്റാനുള്ള ഒരു നടപടികൾ അവിടെ നടക്കുന്നതിനാൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ എന്തായാലും അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. വീടുകളുടെ മുകളിൽ നിന്ന് ഷീറ്റുകൾ പറന്നു വീണ് അടുത്ത വീടുകളുടെ മുകളിലേക്ക് വീണ്, അങ്ങനെ കാര്യമായി നമ്മൾ നേരത്തെ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടു. അത് കഴിഞ്ഞാണ് ഈ ഭാഗത്ത് വന്നത്. അത് ആ മേഖലയിൽ ഒന്നാകെ ഒരു വേഗത്തിലുള്ള കാറ്റുവീശി, ചുഴലിക്ക് സമാനമായ ഒരു കാറ്റുവീശി, അതിലുണ്ടായ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആളപായം ഇല്ല എന്നതേ ഉള്ളൂ, പക്ഷേ വീടുകൾക്ക് കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു.